ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് വുമൺ എൻ്റർപ്രനറിനെ കുറിച്ചും അവർ ഫേസ് ചെയ്യുന്ന പ്രോബ്ലംസിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഷേഴ്സ് ടേക്കൺ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ എൻ്റർപ്രനേഴ്സ് ഇൻ ഇന്ത്യ. അതായത് ഇന്ത്യയിലെ വുമൺ എൻ്റർപ്രനേഴ്സ് ഡെവലപ്മെൻറ്റിന് എന്തൊക്കെ മെഷേഴ്സാണ് എടുത്തിരിക്കണേ എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത്. വുമൺ എംപവർമെൻറ്റ് ഷുഡ് ബി വൺ ഓഫ് ദ പ്രൈമറി ഗോൾ ഓഫ് ദ സൊസൈറ്റി. നമ്മുടെ ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ വുമണെ എംപവർ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൈമറി ഗോളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അത് എന്തിൻ്റെ ബേസിസിലാണെന്നുണ്ടെങ്കിലും, അതായത് ഈ ഇക്വാലിറ്റിയുടെയോ അല്ലെങ്കിൽ റൈറ്റ് ഓഫ് ഡിസിഷൻ മേക്കിങ്ങിൻ്റെയോ അതേപോലെ തന്നെ ഡിഗ്നിറ്റിയുടെ എന്തിൻ്റെ ബേസിസിലാണെങ്കിലും നമ്മൾ തുല്യരാവാനായിട്ടാണ് ഇന്ന് സൊസൈറ്റി നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് വുമൺസ്, ഇത് വുമൺസിന് സ്വന്തമായിട്ടൊരു ഇൻഡിപെൻഡൻസ്, അവർക്ക് സ്വന്തം സ്വാതന്ത്ര്യത്തിൽ നിൽക്കാനുള്ള കഴിവ് നേടിയെടുത്ത് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സൊസൈറ്റി കുറച്ചും കൂടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് പറയുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ടു അച്ചീവ് എ വുമൺ എംപവർമെൻറ്റ് ഈസ് ദ ക്രിയേറ്റ് അവയർനെസ് എമംഗ് ദ വുമൺ ദംസെൽസ്. അതായത് ഈ വുമൺ എംപവർമെൻറ്റിന് മെയിൻ ആയിട്ടുള്ള സ്റ്റെപ്പ് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വുമൺസിന് ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവർ സെൽഫായിട്ട് തന്നെ അവർ അവെയർ ചെയ്യുക. അതാണ് അതായത് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ സൊസൈറ്റിയിൽ വുമൺസിനുള്ള ബെനിഫിറ്റ്സ് കാര്യങ്ങൾ, അതൊക്കെ എന്താണെന്നുള്ളത് തോന്നില്ലെങ്കിൽ ആരെങ്കിലും ഒരു അവയർനെസ് പ്രൊവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ അവരായിട്ട് തന്നെ സ്വയം തിരിച്ചറിയുക. ഇതൊക്കെയാണ് മെയിനായിട്ട് നമ്മുടെ മെഷേഴ്സ് ടേക്കൺ ടു ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ എംപവർമെൻറ്റിൽ പറയുന്നത്. ഇനി ഇതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് നമ്മുടെ എൻ്റർപ്രനേഴ്സ് ഇൻക്രീസ് ആവാനായിട്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് കുറച്ച് മെഷേഴ്സൊക്കെ ടേക്ക് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെ മെഷേഴ്സാണെന്നാണ് നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇത് വരുന്ന ഫസ്റ്റ് മെഷറാണ് ട്രൈസം, TRYSEM. ദാറ്റ് മീൻസ് ട്രെയിനിങ് ഓഫ് റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയിഡ്. അതാണ് അതിൻ്റെ ഫുൾ ഫോം. ട്രൈസമിൻ്റെ ഫുൾ ഫോം പറയുന്നത് ട്രെയിനിങ് ഓഫ് റൂറൽ യങ് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ്. ഇതാണ് ഫുൾ ഫോം വരുന്നത്. ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് 1979 ആഗസ്റ്റ് 15 ഈ ട്രൈസം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അത് ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനൊരു സ്റ്റോപ്പ് ഒന്നും വന്നിട്ടില്ല, സ്റ്റിൽ അത് കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ട്രൈസത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടെക്നിക്കൽ സ്കില്ല്, അതായത് റൂറൽ ഏരിയാസിലുള്ള ഒരു 18-നും 35 വയസ്സിനും ഇടയിലുള്ള യൂത്തിന് ടെക്നിക്കൽ സ്കിൽസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ട്രൈസത്തിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടെക്നിക്കൽ സ്കില്ല് പ്രൊവൈഡ് ചെയ്യാണെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഏതൊക്കെ ഫീൽഡിലാവാം? അത് അഗ്രികൾച്ചർ ആക്ടിവിറ്റീസിലാവാം, ഇൻഡസ്ട്രീസിലായിരിക്കാം, സർവീസസിലായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ് ആക്ടിവിറ്റിയിലാവാം. എന്ത് ഫീൽഡാണെന്നുണ്ടെങ്കിലും ആ ഫീൽഡിൽ ഒരു 18 മുതൽ 35 വയസ്സ് വരെയുള്ള യങ്സ്റ്റേഴ്സിന് ഒരു ടെക്നിക്കൽ സ്കിൽ പ്രൊവൈഡ് ചെയ്യാണ് ട്രൈസം വഴി ചെയ്യുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ IRDPയുടെ സബ് സ്കീമായിട്ടാണ് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ മെയിനായിട്ട് ഈ പോളിടെക്നിക്സ്, ITI അതൊക്കെ തുടങ്ങിയിരിക്കുന്നത് മെയിനായിട്ട് വുമൺ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതായത് വുമൺസിനെ കുറച്ചും കൂടി ബിസിനസ് എന്നുള്ള അല്ലെങ്കിൽ ഒരു എൻ്റർപ്രൈസ് എന്നുള്ള കാര്യങ്ങളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഈ ITI പോലത്തെ അല്ലെങ്കിൽ പോളിടെക്നിക്സ് പോലുള്ള കോളേജസും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ബാങ്ക്സ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വുമൺ എൻ്റർപ്രനേഴ്സിന് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കൊമേഴ്ഷ്യൽ ബാങ്ക്സൊക്കെ വുമൺസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബാങ്ക്സ് ഒരുപാട് സ്കീംസൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് റൂറൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ അവർ ട്രെയിനിങ് പ്രോഗ്രാംസിന് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ റൂറൽ നോൺ ഫാം എൻ്റർപ്രൈസസിന് പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അതേപോലെ തന്നെ പുതിയൊരു വുമൺ വെഞ്ചേഴ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടൊക്കെ ബാങ്ക്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് തേർഡ് പോയിന്റ് പറയുന്നതാണ് നബാർഡ്. നബാർഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ ബോർഡ് ഓഫ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കൊമേഴ്ഷ്യൽ ബാങ്ക്സിൻ്റെ അപ്പെക്സ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മൾ നബാർഡായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് നമ്മൾ അറ്റൻഷൻ കൊടുക്കുന്നത് വുമൺസിനാണ്. എന്തിനു വേണ്ടിയിട്ട്? അവർക്കൊരു എൻ്റർപ്രൈസ് തുടങ്ങാനായിട്ട് എന്തെങ്കിലും ഫിനാൻഷ്യൽ ഹെൽപ്പുകളോ കാര്യങ്ങളോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാൻ നബാർഡ് വഴി ചെയ്യുന്നത്. നബാർഡ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൂറൽ ഡെവലപ്മെൻറ്റിന്, ആ ഏരിയയിലുള്ള വുമൺസിൻ്റെ ഡെവലപ്മെൻറ്റിനാണ് ഇത് മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് ഇൻഡസ്ട്രിയൽ പോളിസി. ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ന്യൂ ഇൻഡസ്ട്രിയൽ പോളിസി ഓഫ് ഗവൺമെൻറ് ഹാസ് സ്പെഷ്യലി ഹൈലൈറ്റഡ് ഇൻ നീഡ് ഫോർ കണ്ടക്റ്റിംഗ്
സ്പെഷ്യൽ എൻ്റർപ്രനർഷിപ്പ് പ്രോഗ്രാം ഫോർ വുമൺസ്. അതായത് പുതിയ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഇൻഡസ്ട്രിയൽ പോളിസിയിൽ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുമൺസിൻ്റെ എൻ്റർപ്രനർഷിപ്പ് പ്രോഗ്രാംസൊക്കെ കണ്ടക്ട് ചെയ്യാന്നുള്ളതാണ് ഇൻഡസ്ട്രിയൽ പോളിസിയുടെ മെയിൻ അജണ്ടയായിട്ട് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വോളണ്ടറി അസോസിയേഷൻ. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് വോളണ്ടറി ഏജൻസീസൊക്കെ നമ്മൾക്കുണ്ട്. അതായത് FICCI, അതേപോലെ തന്നെ FLO, അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുമൺ എൻ്റർപ്രനേഴ്സിനെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നതാണ് NAYE എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാഷണൽ അലയൻസ് ഫോർ യങ് എൻ്റർപ്രനേഴ്സ്. അതായത് മെയിനായിട്ട് എന്തിനായിരിക്കും കൊണ്ടുവന്നിരിക്കുന്നത്? എൻ്റർപ്രനർഷിപ്പ് വുമൺ എൻ്റർപ്രനേഴ്സിനായിരിക്കും മെയിനായിട്ട് യങ് ആയിട്ടുള്ള വുമൺസിനായിരിക്കും. അതായത് ഒരു 13 to 35 to 18 ആ ഏജിലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് NAYE എന്നുള്ളത് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെറ്റിംഗ് ബെറ്റർ ആക്സസ് ടു ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് മാർക്കറ്റ്. അതായത് നമുക്ക് ക്യാപിറ്റൽ, ഇൻഫ്രാസ്ട്രക്ചർ, മാർക്കറ്റ് ഇതൊക്കെ പെട്ടെന്ന് ആക്സസ് ചെയ്യാനായിട്ട് ഇത് നമ്മൾ ചൂസ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് നമുക്ക് NAYE ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഡെവലപ്പിംഗ് മാനേജറിയൽ ആൻഡ് പ്രൊഡക്റ്റീവ് കാപ്പബിലിറ്റീസ്, അതായത് മാനേജറിയൽ ആൻഡ് പ്രൊഡക്റ്റീവ് കാപ്പബിലിറ്റീസൊക്കെ ഡെവലപ്പ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യാം. അതേപോലെ തന്നെ അറ്റൻഡിങ് ദ പ്രോബ്ലംസ് ബൈ ടേക്കിംഗ് അപ്പ് ഓഫ് ഇൻഡിവിജ്വൽ കേസസ് വിത്ത് അപ്രോപ്രിയേറ്റ് അതോറിറ്റീസ്. എന്തെങ്കിലും പ്രോബ്ലംസോ കാര്യങ്ങളൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാനുള്ള, എന്തെങ്കിലും പ്രോബ്ലംസൊക്കെ ഉണ്ടെങ്കിൽ അത് സോൾവ് ചെയ്യാനുള്ളതായിട്ട് ഇത് കൺസിഡർ ചെയ്യാം. അതേപോലെ തന്നെ സ്പോൺസറിങ് പാർട്ടിസിപ്പേഷൻ ഇൻ ഫോർ ട്രേഡിംഗ് അഫയേഴ്സ്, എക്സിബിഷൻസ് ആൻഡ് സ്പെഷ്യൽ കോൺഫറൻസസ് എക്സെട്ര. അതായത് എന്തെങ്കിലും എക്സിബിഷൻസോ കോൺഫറൻസസോ ഒക്കെ വരുമ്പോൾ അതിൻ്റെ അകത്ത് സ്പോൺസറിങ് പാർട്ടിസിപ്പേഷന് വേണ്ടിയിട്ട് NAYE ചൂസ് ചെയ്യുക. അപ്പോൾ ഇത്രയാണ് NAYEയിൽ പറയുന്നത്. അതായത് NAYE മെയിനായിട്ട് എന്തിനെയാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? യങ് എൻ്റർപ്രനേഴ്സിനെ ആയിരിക്കും ഇത് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് നാഷണൽ പോളിസി ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് വുമൺ 2001. മെയിനായിട്ട് പറയുന്നുണ്ടെങ്കിൽ ഇതിലും മെയിനായിട്ട് പറയുന്നത് തന്നെ വുമൻ്റെ എംപവർമെൻ്റ് ആണ്. അതിൻ്റെ അകത്ത് നമ്മുടെ ഇന്ത്യ 4th വേൾഡ് കോൺഫറൻസിലാണ് ഈ വുമൺ എംപവർമെൻറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തത്. ഇതിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത് ബെൽജിയമിലാണ്. സെപ്റ്റംബർ 1995 ഇതിൻ്റെ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് വുമൺസിനെയും അതേപോലെ തന്നെ ചിൽഡ്രൻസിനെയാണ് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് പോയിന്റ് പറയുന്നതാണ് DWCRA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയ. അതാണ് അതിൻ്റെ അകത്ത് പറയുന്നത് എന്താണ്? റൂറൽ ഏരിയാസിലുള്ള മെയിനായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ റൂറൽ ഏരിയാസ് കൺസിഡർ ചെയ്യുക. അവിടെയുള്ള വുമൺസിൻ്റെയും അതേപോലെ തന്നെ ചിൽഡ്രൻസിൻ്റെ എംപവർമെൻറ്റിന് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് DWCRA എന്നുള്ള സംഘടന രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് മെഷേഴ്സ് ടേക്കൺ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ എൻ്റർപ്രനർഷിപ്പ് ഇൻ ഇന്ത്യയിൽ വരുന്നത്. ഫസ്റ്റ് വൺ പറഞ്ഞു TRYSEM, നെക്സ്റ്റ് ബാങ്ക്, നബാർഡ് പറഞ്ഞു, അതേപോലെ തന്നെ ഇൻഡസ്ട്രിയൽ പോളിസി പറഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറഞ്ഞത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് വോളണ്ടറി അസോസിയേഷനാണ് പറഞ്ഞത്. അതേപോലെ തന്നെ നാഷണൽ പോളിസി ഫോർ ദ എംപവർമെൻറ്റ് ഓഫ് വുമൺ 2001 പറഞ്ഞു. അതേപോലെ തന്നെ DWCRA, ദാറ്റ് മീൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഇൻ റൂറൽ ഏരിയാസ് പറഞ്ഞു. ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് അസിസ്റ്റൻസ് ടു വുമൺ എൻ്റർപ്രനേഴ്സ്. അതായത് ഒരു വുമൺ എൻ്റർപ്രനേഴ്സിന് എന്തൊക്കെ അസിസ്റ്റൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളതാണ് നെക്സ്റ്റ് നോക്കുന്നത്. അസിസ്റ്റൻസ് ടു വുമൺ എൻ്റർപ്രനേഴ്സിൽ മെയിനായിട്ട് വരുന്ന ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിഡോസ്, ദാറ്റ് മീൻസ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ. ഈ സിഡോൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെവലപ്പ് എൻ്റർപ്രനേറിയൽ ട്രേറ്റ്സ് ആൻഡ് ക്വാളിറ്റീസ് എമംഗ് വുമൺ ആൻഡ് എനേബിൾ ദം ടു ഐഡൻറ്റിഫൈ ദ എൻ്റർപ്രനറിയൽ ഓപ്പർച്യൂണിറ്റീസ് എക്സെട്ര. ഇതിൻ്റെ മെയിൻ എയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വുമൺ എൻ്റർപ്രനേഴ്സിൻ്റെ ട്രേറ്റ്സും ക്വാളിറ്റീസും ഒക്കെ ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതും അതേപോലെ തന്നെ അത് ഡെവലപ്പ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഈ സിഡോൻ്റെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് പറയുന്നത്. അപ്പോൾ സിഡോ മീൻസ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷനാണ്. സെക്കൻഡ് പോയിന്റ് വരുന്നതാണ് നാഷണൽ സ്മോൾ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, NSIC, നാഷണൽ സ്മോൾ ഇൻഡസ്ട്രിയൽ കോർപ്പറേഷൻ. ഇതിൻ്റെ അകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു പ്രിഫറൻഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് വുമൺ എൻ്റർപ്രനേഴ്സിന് പ്രൊവൈഡ് ചെയ്യാണ് ഈ സ്കീം വഴി ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇറ്റ് ഓൾസോ കണ്ടക്ട് എൻ്റർപ്രനേഴ്സ് ആൻഡ് എൻ്റർപ്രൈസ് ബിൽഡിംഗ് പ്രോഗ്രാംസ് ഫോർ വുമൺസ്.
അതായത് ഇതിൻ്റെ അകത്ത് എൻ്റർപ്രനേഴ്സും അതേപോലെ തന്നെ വുമൺസിന് വേണ്ടിയിട്ടുള്ള എൻ്റർപ്രൈസ് ബിൽഡിംഗ് പ്രോഗ്രാംസൊക്കെ ഈ NSICയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് പോയിന്റിൽ വരുന്നതാണ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ IDBI. IDBI എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളൊരു ബാങ്കാണ്. ഇതിൻ്റെ അകത്ത് പറയുന്നത് വുമൺ എൻ്റർപ്രനേഴ്സിന് കുറച്ചും കൂടിയും കൺസിഡറേഷൻ അല്ലെങ്കിൽ കുറച്ചും കൂടിയും സ്കീംസ് IDBI പ്രൊവൈഡ് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. അതിൻ്റെ അകത്ത് ഒരു സ്കീം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ. അതായത് IDBI എന്നുള്ള ബാങ്ക് സെറ്റപ്പ് ചെയ്തിരിക്കുന്നതിന് MUN, ദാറ്റ് മീൻസ് മഹിളാ ഉദ്യാൻ നിധി, അതായത് മഹിളകൾക്ക് വേണ്ടി വുമൺസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് MUN എന്നുള്ള സ്കീം. അതേപോലെ തന്നെ MVN മഹിളാ വികാസ് നിധി, വുമൺസിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന 2 സ്കീമാണ് IDBIയുടെ അണ്ടറിലുള്ളത്. മഹിളാ ഉദ്യാൻ നിധി ആൻഡ് മഹിളാ വികാസ് നിധി. ഇത് രണ്ടും എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വുമൺസിൻ്റെ എംപവർമെൻറ്റിന് വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് കണ്ടക്ട് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, എന്തെങ്കിലും എക്സ്റ്റൻഷൻ സർവീസസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക, അതൊക്കെയാണ് മെയിനായിട്ട് ഈ IDBI ബാങ്കിൻ്റെ അണ്ടറിലുള്ള ഈ സ്കീമിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നതാണ് സിഡ്ബി. സിഡ്ബി മീൻസ് സ്മോൾ ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പറയുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ഇത് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ്. ഇത് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനെയാണ്. അതായത് വുമൺസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് സ്മോളായിട്ടായിരിക്കും സ്റ്റാർട്ടപ്പ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സിഡ്ബിയും കുറേ കൺസിഡറേഷനും സ്കീംസൊക്കെ വുമൺ എൻ്റർപ്രനേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെങ്കിലും എക്സ്റ്റൻഷൻ സർവീസസും ട്രെയിനിങ്സും ഒക്കെ ഈ സിഡ്ബി വുമൺ എൻ്റർപ്രനേഴ്സിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഒരുപാട് കൺസെഷണൽ ടേംസും കാര്യങ്ങളൊക്കെ സിഡ്ബി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പറയുന്നതാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ബാങ്ക്സ്. അപ്പോൾ ഒരു വുമണിന് എൻ്റർപ്രൈസ് തുടങ്ങാനായിട്ട് ഒരുപാട് സ്കീമുകൾ അതേപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസൊക്കെ അവർ തുടങ്ങിയിട്ടുണ്ട്. ഈ SBI പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പാക്കേജാണ് സ്ത്രീശക്തി പാക്കേജ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്ന ഒരു സ്കീമാണ് വുമൺസിന് വേണ്ടിയിട്ട് സ്ത്രീശക്തി പാക്കേജ് സ്കീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ആ സ്കീമിൽ ഇതേപോലെ തന്നെ വുമൺ എംപവർമെൻറ്റ് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന സ്കീമാണ് പ്രിയദർശിനി യോജന ഫോർ വുമൺ എൻ്റർപ്രനേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയും അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് 2 സ്കീംസ് കൊണ്ടുവന്നിരിക്കുന്നത്. SBIയുടെ സ്ത്രീശക്തി പാക്കേജ് സ്കീമും അതേപോലെ തന്നെ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രിയദർശിനി യോജനയും ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് വുമൻ്റെ എൻ്റർപ്രൈസസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്നതാണ് ഈ 2 സ്കീമുകളും. നെക്സ്റ്റ് പറയുന്നതാണ് കുടുംബശ്രീ യൂണിറ്റ്. കുടുംബശ്രീ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബശ്രീ മെയിനായിട്ട് ഗ്രാമപ്രദേശങ്ങളിലാണ് കണ്ടക്ട് ചെയ്യുന്നത്. അതായത് മെയിനായിട്ട് കേരള എന്നുള്ള സ്റ്റേറ്റിലാണ് ഇത് മെയിനായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. ഇതുവഴി ഒരുപാട് മൈക്രോ എൻ്റർപ്രൈസസൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ അത് ഓപ്പറേറ്റിങ്ങിലുമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വുമൺസിന് അല്ലെങ്കിൽ വനിതകൾക്ക് ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റ് വഴി ഇൻകം ആക്സസ് ചെയ്യാനുള്ള ഒരു യൂണിറ്റും കൂടിയാണ് കുടുംബശ്രീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. മെയിനായിട്ട് മൈനോറിറ്റി കമ്മ്യൂണിറ്റീനെയാണ് ഇത് മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഒരു ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ മണി ലെൻഡ് ചെയ്യുക, അതേപോലെ തന്നെ എന്തെങ്കിലും ലോൺസോ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുകയാണ് ഈ സ്കീം വഴി ചെയ്യുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ വുമൺ എൻ്റർപ്രനേഴ്സിൻ്റെ അസിസ്റ്റൻസ് ടു വുമൺ എൻ്റർപ്രനേഴ്സിൽ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് 2 ടോപ്പിക്സാണ് എടുത്തത്. മെഷേഴ്സ് ടേക്കൺ ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ എൻ്റർപ്രനേഴ്സ് ഇൻ ഇന്ത്യയും അതേപോലെ തന്നെ അസിസ്റ്റൻസ് ടു വുമൺ എൻ്റർപ്രൈസസും. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.